ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു GKC ട്യൂട്ടോറിയൽസ്. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. മുൻപ് അപ്ലോഡ് ചെയ്ത LDC പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് വേണമെന്ന് ചില വ്യൂവേഴ്സ് ആവശ്യപ്പെട്ടിരുന്നു. അവരുടെ റിക്വസ്റ്റ് പ്രകാരം ആ ചോദ്യ പേപ്പറിലെ മാത്സ് മാത്രം ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണിത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്ലാസ്സിൽ അനന്തുവിന്റെ റാങ്ക് മുൻപിൽ നിന്നും 17-മതും പുറത്തുനിന്ന് 28-മതുമാണ്. ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എത്ര? അനന്തുവിന്റെ റാങ്ക് മുൻപിൽ നിന്ന് 17-മതും പിറകിൽ നിന്ന് 28-മതും ആണെങ്കിൽ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണമാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻ രണ്ട് രീതിയിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ രീതി നോക്കാം. അനന്തുവിന്റെ റാങ്ക് മുൻപിൽ നിന്ന് 17-മത് എന്നും പിറകിൽ നിന്ന് 28-മത് എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുക. 17 + 28, അതിനുശേഷം 1 കുറയ്ക്കുക. 17 + 28 45 -1 = 44. ഇനി മറ്റൊരു രീതിയുണ്ട്. അനന്തു മുൻപിൽ നിന്ന് 17-മതാണെന്ന് തന്നിട്ടുണ്ട്. അതിനർത്ഥം ബാക്കി മുൻപിൽ 16 പേർ ഉണ്ട്. അപ്പോൾ ആ 16 അവിടെ എഴുതുക. അതിനുശേഷം പിറകിൽ നിന്ന് 28-മത് എന്നും തന്നിട്ടുണ്ട്. അതായത് ബാക്കി പിറകിൽ 27 പേർ ഉണ്ട്. അപ്പോൾ ഈ സംഖ്യകൾ തമ്മിൽ കൂട്ടിയതിനു ശേഷം അനന്തുവിനെ കൂടി കൂട്ടുക. 16 + 27 + അനന്തു, അതായത് ഒരാൾ. ദാറ്റ് ഈസ് ഈക്വൽ ടു 16 + 27 + 1 44. ഈ രണ്ട് രീതിയിലും ഈ ക്വസ്റ്റ്യന് ആൻസർ കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2016 ജനുവരി 1-ാം തീയതി വെള്ളിയാഴ്ചയാണെങ്കിൽ 2016 നവംബർ 15 ഏത് ദിവസമാണ്? ഇതില് 2016 ജനുവരി 1 വെള്ളിയാഴ്ചയാണെങ്കിൽ 2016 നവംബർ 15 ഏത് ദിവസമാണെന്നാണ് ചോദ്യം. ഇപ്പോൾ കലണ്ടർ ക്വസ്റ്റ്യൻസ് പ്രത്യേകമായി പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു കലണ്ടറിലെ മാർച്ച് നവംബർ മാസങ്ങളിലെ കലണ്ടർ സെയിം ആയിരിക്കും. അതിനാൽ മാർച്ച് 15 ഏത് ദിവസമാണെന്ന് ആദ്യം കണ്ടുപിടിക്കാം. അതിന് ഒറ്റ ദിവസങ്ങൾ എത്രയാണെന്ന് ആദ്യം കണ്ടെത്തണം. ഇല്ലെങ്കിൽ മറ്റൊരു രീതിയുണ്ട്. ഓരോ മാസത്തിലെയും ഒറ്റ ദിവസങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം തമ്മിൽ കൂട്ടിയാലും മതി. ജനുവരി 31 ദിവസമാണ്. ജനുവരി 1 വെള്ളിയാഴ്ച ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ബാക്കി 30 ദിവസമാണ് ഉള്ളത്. അപ്പോൾ ജനുവരിയിലെ ഒറ്റ ദിവസം കണ്ടുപിടിക്കുന്നത് 30/7. അപ്പോൾ ശിഷ്ടം 2 എന്ന് ഉത്തരം കിട്ടും. അതായത് ജനുവരി മാസം 2 ഒറ്റ ദിവസങ്ങളാണ് ഉള്ളത്. ഇവിടെ 2016 വർഷമാണ് തന്നിട്ടുള്ളത്. 2016 ഒരു ലീപ്പ് ഇയർ ആണ്. അതുകൊണ്ട് തന്നെ ഫെബ്രുവരിയിൽ 29 ദിവസങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇതിലെ ഒറ്റ ദിവസം കണ്ടുപിടിക്കേണ്ടത് 29/7. ശിഷ്ടം 1 കിട്ടുന്നത്. അതായത് ഇനി മാർച്ചിലെ ഒറ്റ ദിവസം എങ്ങനെ കണ്ടുപിടിക്കാം? മാർച്ച് 15 വരെയുള്ള കണക്കാണ് ഇവിടെ നോക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മാർച്ച് 15/7 = 1. ഇത് വെട്ടിക്രിയുമ്പോൾ 7 × 14, ശിഷ്ടം 1. ഒരു ഒറ്റ ദിവസം. അപ്പോൾ ഈ 3 കിട്ടിയ സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ 2 + 1 + 1 = 4. ഇവിടെ തന്നിട്ടുള്ളത് 2016 ജനുവരി 1 വെള്ളിയാഴ്ചയാണെന്ന് തന്നിട്ടുണ്ട്. വെള്ളി +4 = വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ. വെള്ളി കഴിഞ്ഞ് 4-ാമത്തെ ദിവസം ചൊവ്വ. അതുകൊണ്ട് ഇതിന്റെ ഉത്തരം ചൊവ്വയാണ്. ഇതല്ലെങ്കിൽ മറ്റൊരു ഈസി മെത്തേഡ് ഉണ്ട്. അതായത് 3 മാസത്തിലെയും സംഖ്യകൾ ഒന്നിച്ച് കൂട്ടി ഇതിലെ ഒറ്റ ദിവസം കാണുക. ഇതാണ് കുറച്ചുകൂടെ ഈസിയായ മാർഗം. അതായത് ജനുവരി 30 + ഫെബ്രുവരി 29 + മാർച്ച് 15 വരെയുള്ളതാണ് കാണേണ്ടത്. അതായത് 15. 30 + 29 + 15 ദാറ്റ് ഈസ് ഈക്വൽ ടു 74 എന്ന് ഉത്തരം കിട്ടും. ഇവിടുത്തെ ഒറ്റ സംഖ്യ കാണാൻ 74/7 വെട്ടിക്രിയുമ്പോൾ ശിഷ്ടം 4 എന്ന് ഉത്തരം കിട്ടും. ജനുവരി 1 വെള്ളിയാഴ്ചയാണ്. വെള്ളി +4 ദിവസങ്ങൾ. അപ്പോൾ ഇതിന്റെ ഉത്തരം ചൊവ്വയാണ്. ഓക്കെ, ഒറ്റയണി കണ്ടെത്തുക. പച്ച, നീല, മഞ്ഞ, ചുവപ്പ്. ഇതിൽ പച്ച, നീല, ചുവപ്പ് എന്നിവ പ്രാഥമിക വർണ്ണങ്ങളാണ്, അഥവാ പ്രൈമറി കളേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിലെ ഒറ്റയാൻ മഞ്ഞയാണ്. നെക്സ്റ്റ്, സമാന ബന്ധം കണ്ടെത്തുക. റെക്ടാങ്കിൾ, സ്ക്വയർ, എലിപ്സ്, ഡാഷ്. ഈ ചോദ്യത്തിന് ഓപ്ഷനിൽ നിന്ന് തന്നെ വേഗം ഉത്തരം എഴുതാവുന്നതാണ്. അതായത് ഓപ്ഷൻസ് ഇതാണ്: സർക്കിൾ, സെന്റർ, ഡയമീറ്റർ, റേഡിയസ്. അപ്പോൾ ഇവിടെ ഉത്തരം സർക്കിൾ ആണ്. എന്തുകൊണ്ടെന്നാൽ സെന്റർ, ഡയമീറ്റർ, റേഡിയസ് ഇവ 3ഉം സർക്കിളിന്റെ തന്നെ ഭാഗങ്ങളാണ്. അപ്പോൾ ഇവിടെ എലിപ്സിന് ചേരുന്നത് സർക്കിൾ ആണ്. നെക്സ്റ്റ്, മീര പി എന്ന ബിന്ദുവിന്റെ തെക്ക് ദിശയിലേക്ക് 10 മീറ്റർ നടന്ന് വലത്തോട്ട് തിരിഞ്ഞ് 4 മീറ്റർ നടക്കുന്നു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 10 മീറ്റർ നടന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 5 മീറ്റർ നടന്നാൽ പി എന്ന ബിന്ദുവിൽ നിന്നും എത്ര അകലെയാണ് മീര? മീര പി എന്ന ബിന്ദുവിൽ നിന്ന് ആദ്യം തെക്കോട്ട് 10 മീറ്റർ, ദെൻ വടക്കോട്ട് തിരിഞ്ഞ് 4 മീറ്റർ, വീണ്ടും
വലത്തോട്ട് തിരിഞ്ഞ് 10 മീറ്റർ, വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 5 മീറ്റർ നടന്നു. എന്നാൽ പിയിൽ നിന്ന് മീര ഇപ്പോഴുള്ള സ്ഥലത്തേക്കുള്ള ദൂരം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രിയ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. 5 + 4 9 മീറ്റർ. ശരി ഉത്തരം 9 മീറ്റർ ആണ്. നെക്സ്റ്റ്, എയുടെ ബി ശതമാനവും ബിയുടെ എ ശതമാനവും കൂട്ടിയാൽ എ ബിയുടെ എത്ര ശതമാനമാണ്? എയുടെ ബി ശതമാനം ഈസിക്കൽ ടു എ ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ 100 ആണ്. ബിയുടെ എ ശതമാനം എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു എ ബൈ 100 ആണ്. അങ്ങനെയാണെങ്കിൽ എ ബിയുടെ എത്ര ശതമാനം എന്ന് കണ്ടുപിടിക്കാൻ ഇതിന് എക്സ് എന്നൊരു വാല്യൂ കൊടുത്താൽ എ ബി ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ 100 ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി ഡിവൈഡഡ് ബൈ 100 പ്ലസ് ബി എ ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു എ ബി ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ 100. So x is equal to 2ab into 100 divided by 100 into ab. അപ്പോൾ 100 ഇവിടെ വെട്ടിപ്പോവും, എ ബിയും വെട്ടിപ്പോവും. അപ്പോൾ ബാലൻസ് വരുന്നത് 2 ആണ്. 2ab ഡിവൈഡഡ് ബൈ 100 എന്നത് എ ബിയുടെ എത്ര ശതമാനമാണ്? 2%. സോ ആൻസർ ഈസ് 2. രണ്ട് സംഖ്യകൾ തമ്മിൽ കുറച്ചപ്പോൾ ലഭിച്ചതും ആ സംഖ്യയുടെ ഗുണനഫലവും തുല്യം. അവയിൽ ഒരു സംഖ്യ 5 ആയാൽ അടുത്ത സംഖ്യ ഏതാണ്? രണ്ട് സംഖ്യകൾ എ ആൻഡ് ബി എന്ന് കരുതുക. രണ്ട് സംഖ്യകൾ തമ്മിൽ കുറച്ചതും അവയുടെ ഗുണനഫലവും തുല്യമാണ്. ദാറ്റ് ഈസ് എ മൈനസ് ബി ഈസിക്കൽ ടു എ ബി എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഒരു സംഖ്യ 5 എന്ന് തന്നിട്ടുണ്ട്, അതായത് എ ഈസിക്കൽ ടു 5. രണ്ടാമത്തെ സംഖ്യ കാണാൻ ഇക്വേഷനിൽ എക്ക് 5 എന്ന വാല്യൂ അപ്ലൈ ചെയ്യുക. അതായത് 5 മൈനസ് ബി ഈസിക്കൽ ടു 5b. സോ 5 ഈസിക്കൽ ടു 5b പ്ലസ് ബി. ദെൻ 5 ഈസിക്കൽ ടു 6b. ബി ഈസിക്കൽ ടു 5/6. അപ്പോൾ ശരി ഉത്തരം 5/6 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ്? 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. n × n + 1/2. ഇതില് തുക അപ്ലൈ ചെയ്യുമ്പോൾ 50 × 50 + 1 ഡിവൈഡഡ് ബൈ 2. വെട്ടിക്രിയ ചെയ്യുമ്പോൾ 25 × 51 ദാറ്റ് ഈസ് ഈക്വൽ ടു 1275 ആണ്. നെക്സ്റ്റ്, 203 സ്ക്വയർ മൈനസ് 197 സ്ക്വയറിന്റെ വില എന്താണ്? ഇതിൽ ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. a + b × a - b ആണ് a² - b². ഇവിടെ ഈ വാല്യൂ അപ്ലൈ ചെയ്താൽ മതി. 203 സ്ക്വയർ മൈനസ് 197 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 203 + 197 ഇൻറ്റു 203 മൈനസ് 197. ഇത് ചെയ്യുമ്പോൾ 400 × 6 2400 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 2400 ആണ് ശരിയായ ഉത്തരം. ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും 8:5 എന്ന അംശബന്ധത്തിലാണ്. പെൺകുട്ടികളുടെ എണ്ണം 25 ആയാൽ ആകെ എത്ര കുട്ടികളുണ്ട്? ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം 8:5 ആണ്. ഇവിടെ പെൺകുട്ടികളുടെ എണ്ണം 25 ആണ് എങ്കിൽ ആകെ കുട്ടികൾ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 8:5 എന്ന് തന്നിട്ടുണ്ട്. 5x ഈസിക്കൽ ടു 25. ദാറ്റ് മീൻസ് x ഈസിക്കൽ ടു 25/5 5. സോ ആൺകുട്ടികളുടെ എണ്ണം 8 × 5 40 ആണ്. ഇവിടെ ആകെ കുട്ടികളുടെ എണ്ണമാണ് കാണേണ്ടത്. ദാറ്റ് ഈസിക്കൽ ടു 40 + 25 ഈസിക്കൽ ടു 65. ശരി ഉത്തരം 65 ആണ്. 15,000 രൂപ ബാങ്കിൽ സാധാരണ പലിശയ്ക്ക് നിക്ഷേപിക്കുന്നു. 2 വർഷം കൊണ്ട് 1650 രൂപ പലിശ ലഭിക്കുന്നുവെങ്കിൽ പലിശ നിരക്ക് എത്രയാണ്? ഇവിടെ ബാങ്കിൽ നിക്ഷേപിച്ച തുക 15,000 ആണ്. 2 വർഷം കൊണ്ട് ലഭിച്ച പലിശ 1650 ആണെന്ന് തന്നിട്ടുണ്ട്. പലിശ നിരക്ക് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? ഇക്വേഷൻ പലിശ × 100 ഡിവൈഡഡ് ബൈ തുക × വർഷം ദാറ്റ് ഈസ് ഈക്വൽ ടു 1650 × 100 ഡിവൈഡഡ് ബൈ 15,000 × 2. ഇത് വെട്ടിക്രിയ ചെയ്യുമ്പോൾ 165 ഡിവൈഡ് ബൈ 30 എന്ന് കിട്ടും. ഇത് ക്രിയ ചെയ്താൽ 5.5 എന്ന് ഉത്തരം കിട്ടും. അതായത് 5.5%. അപ്പോൾ ഇവിടുത്തെ പലിശ നിരക്ക് 5.5%. 6 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു ഗോളം ഉരുക്കി 12 സെന്റിമീറ്റർ പാദവ്യാസമുള്ള വൃത്തസ്തൂപിക നിർമ്മിച്ചാൽ വൃത്തസ്തൂപികയുടെ ഉയരം എന്താണ്? ഒരു ഗോളത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് 4/3 πr³ ആണ്. ഈ ഇക്വേഷൻസ് കാണാതെ പഠിച്ചു വെക്കുക. വൃത്തസ്തൂപികയുടെ വ്യാപ്തം കാണേണ്ടത് 1/3 πr² ആണ്. ഒരു ഗോളം ഉരുക്കി മറ്റൊരു വൃത്തസ്തൂപിക നിർമ്മിക്കുന്നതിനാൽ രണ്ടിന്റെയും വ്യാപ്തം സെയിം ആയിരിക്കും. സോ ഗോളത്തിന്റെ വ്യാപ്തം ഈസിക്കൽ ടു വൃത്തസ്തൂപികയുടെ വ്യാപ്തം ആണ്. ദാറ്റ് ഈസിക്കൽ ടു 4/3
ക്യൂബ് ഈസ് ഇക്വൽ ടു 1/3 പൈ ആർ സ്ക്വയർ എച്ച്. രണ്ടിടത്തും ഒരുപോലെയുള്ളത് വെട്ടിപ്പോകും. ഇവിടെ പൈ 1/3 വെട്ടിപ്പോകും. ബാക്കി 4 ആർ ക്യൂബ് ഈസ് ഇക്വൽ ടു ആർ സ്ക്വയർ എച്ച് എന്ന് കിട്ടും. ഇനി എച്ച് കണ്ടുപിടിക്കാൻ എച്ച് ഈസ് ഇക്വൽ ടു 4 × 3 ക്യൂബ് ഡിവൈഡഡ് ബൈ 6 സ്ക്വയർ. ഇത് വെട്ടിക്രിയ ചെയ്യുമ്പോൾ 4 × 3 × 3 × 3 ഡിവൈഡഡ് ബൈ 6 × 6 ക്രിയുമ്പോൾ 3 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഇതിന്റെ ശരിയായ ഉത്തരം 3 സെന്റിമീറ്റർ ആണ്. എക്സ് പ്ലസ് 2/xന്റെയും എക്സ് മൈനസ് 2/xന്റെയും ശരാശരി എത്രയാണ്? എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എക്സിന്റെയും എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സിന്റെയും ശരാശരിയാണ് കണ്ടുപിടിക്കേണ്ടത്. ശരാശരി ഈസിക്കൽ ടു ആകെ ബൈ എണ്ണമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് ദ ഹോൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ മുകളിലെ +2 -2 തമ്മിൽ വെട്ടിപ്പോകും. ദാറ്റ് ഈസ് ഇക്വൽ ടു 2x ഡിവൈഡഡ് ബൈ എക്സ് ഡിവൈഡഡ് ബൈ 2. എക്സും വെട്ടിപ്പോവും. 2/2 ഈസ് ഇക്വൽ ടു 1. അപ്പോൾ ഇതിന്റെ ശരിയായ ഉത്തരം 1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാജുവിന് ഒരു തോട്ടം കിളയ്ക്കുന്നതിന് 20 മിനിറ്റ് വേണം. ബിജുവിന് ഇതേ ജോലി ചെയ്യാൻ 25 മിനിറ്റ് വേണം. ഇരുവരും ഒന്നിച്ച് ജോലി തുടങ്ങിയെങ്കിലും കുറച്ചു സമയത്തിന് ശേഷം രാജു ജോലി മതിയാക്കി പോയി. ബിജു ജോലി തുടർന്നു. ആകെ 15 മിനിറ്റ് കൊണ്ട് പണി പൂർത്തിയാക്കി എങ്കിൽ ബിജു എത്ര സമയം തനിച്ച് ജോലി ചെയ്തു? രാജു 20 മിനിറ്റിൽ ഒരു വർക്ക് ചെയ്തു. ബിജു 25 മിനിറ്റിൽ ഒരു വർക്ക് ചെയ്തു. ടോട്ടൽ വർക്ക് എന്നത് LCM ഓഫ് 20, 25 ആണ്. ദാറ്റ് ഈസ് ഇക്വൽ ടു 100. രാജു ഒരു മിനിറ്റിൽ ചെയ്യുന്ന ജോലി ഈസ് ഇക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 20 ഈസ് ഇക്വൽ ടു 5. ബിജു ഒരു മിനിറ്റിൽ ചെയ്യുന്ന ജോലി 100 ഡിവൈഡഡ് ബൈ 25 ഈസ് ഇക്വൽ ടു 4. ആകെ 15 മിനിറ്റ് കൊണ്ട് ബിജു ജോലി പൂർത്തിയാക്കി എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 15 × 4 ഈസ് ഇക്വൽ ടു 60. 100-ൽ 60 വർക്ക് ബിജു ചെയ്തു കഴിഞ്ഞു. ബാലൻസ് 40 വർക്കാണ് രാജുവിൻ്റെയാണത്. 40 ഡിവൈഡഡ് ബൈ 5 ഈസ് ഇക്വൽ ടു 8 മിനിറ്റ്. ആകെ 15 മിനിറ്റ് ഉണ്ടെങ്കിൽ 15 - 8 മിനിറ്റ് ഈസ് ഇക്വൽ ടു 7 മിനിറ്റ്. തനിച്ച് അപ്പോൾ ബിജു 7 മിനിറ്റ് ആണ് ജോലി ചെയ്തത്. സോ ആൻസർ ഈസ് 7 മിനിറ്റ്. 1 7-ൽ 4 പ്ലസ് 7 3-ൽ 1 പ്ലസ് 3 5-ൽ 3 ഈസ് ഇക്വൽ ടു 1 7-ൽ 4 പ്ലസ് 7 3-ൽ 1 പ്ലസ് 3 5-ൽ 3. ഇത് തമ്മിൽ കൂട്ടാനാണ്. ഇത് ആദ്യം സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ എഴുതാം. 1 7-ൽ 4 എന്നുള്ളത് 1 7 4 11. 11 ഡിവൈഡഡ് ബൈ 7. ഈ രീതിയിൽ 11/7 പ്ലസ് 22 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 18 ബൈ 5. ഇനി ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. ഓപ്ഷൻസ് ഇതാണ്: 21/105, 8/105, 25/105, 1313 ഡിവൈഡഡ് ബൈ 105 എന്നീ 4 ഓപ്ഷനാണ് തന്നിട്ടുള്ളത്. ഇതിൽ 11 ഡിവൈഡഡ് ബൈ 7 പ്ലസ് 22 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 18 ഡിവൈഡഡ് ബൈ 5. ഈ മുകളിലത്തെ 3 സംഖ്യകൾ കൂട്ടിയാൽ ആദ്യത്തെ 3 ഓപ്ഷനേക്കാട്ടിലും വലിയൊരു സംഖ്യ കിട്ടൂ എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ആൻസർ 1313 ഡിവൈഡഡ് ബൈ 105 ആണ്. അതല്ല വലിയ സംഖ്യയാണ് ഓപ്ഷനിൽ തന്നിരുന്നതെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടി നോക്കാം. ആദ്യം 1 + 7 + 3 തമ്മിൽ കൂട്ടുക. ദാറ്റ് ഈസ് ഇക്വൽ ടു 11. രണ്ടാമത് 4/7 പ്ലസ് 1/3 പ്ലസ് 3/5 കൂട്ടുക. ഇവിടെ LCM 105 ആണ്. അതിനാൽ 105 ഡിവൈഡഡ് ബൈ 7 ഈസ് ഇക്വൽ ടു 15. അടുത്തത് 105 ഡിവൈഡഡ് ബൈ 3 ഈസ് ഇക്വൽ ടു 35. 105 ഡിവൈഡഡ് ബൈ 5 ഈസ് ഇക്വൽ ടു 21. അതായത് 11 പ്ലസ് 15 × 4 പ്ലസ് 35 × 1 പ്ലസ് 21 × 3 ഡിവൈഡഡ് ബൈ 105. ഇത് ക്രിയേറ്റ് ചെയ്താൽ 11 പ്ലസ് 60 പ്ലസ് 35 പ്ലസ് 63 ഡിവൈഡഡ് ബൈ 100. അതായത് 11 × 105 പ്ലസ് 158 ഡിവൈഡഡ് ബൈ 105. ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 1313 ഡിവൈഡ് ബൈ 105 എന്നതിന് ഉത്തരം കിട്ടും. 10 25 46 73 106 ഡാഷ്. ശ്രേണിയിലെ അടുത്ത പദം ഏതാണ്? ഇതിലെ ശ്രേണി കണ്ടുപിടിക്കേണ്ടത് 10 അതിനുശേഷം 25 ആണ്. അതായത് 10 പ്ലസ് 15 ആണ് 25. നെക്സ്റ്റ് 25 പ്ലസ് 21 ആണ് 46. 46 പ്ലസ് 27 ആണ് 73. 73 പ്ലസ് 33 ആണ് 106. 15ന്റെ കൂടെ 6 കൂട്ടുമ്പോഴാണ് 21 കിട്ടുന്നത്. 21 പ്ലസ് 6 27.
27 പ്ലസ് 6 33, 33 പ്ലസ് 6 39. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് സംഖ്യ 106 ആണ്. 106ന്റെ കൂടെ 39 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ 145 ആണ്. ശ്രേണിയിലെ അടുത്ത സംഖ്യ 145 ആണ്. 106 പ്ലസ് 39 ഈക്വൽ ടു 145. നെക്സ്റ്റ്, എ ബിയുടെ മകളാണ്, ബി സിയുടെ അമ്മയും, ഡി സിയുടെ സഹോദരനും എങ്കിൽ ഡിക്ക് എയുമായുള്ള ബന്ധം എന്താണ്? ഇതൊരു മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻ ആണ്. എ ബിയുടെ മകളാണ്, ബി സിയുടെ അമ്മയാണ്, ബിയുടെ മക്കളാണ് എയും സിയും. ദെൻ സിയുടെ സഹോദരനാണ് ഡി എന്ന് തന്നിട്ടുണ്ട്. ബിയുടെ മകളാണ് എയും സിയും, മകൻ ഡിയുമാണ്. അങ്ങനെയാണെങ്കിൽ ഡി എയുടെ ആരാണെന്ന് ചോദിച്ചിരിക്കുന്നു. ഉത്തരം സഹോദരൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോഡ് ഭാഷയിൽ സ്ക്വാഡ് എന്നതിനെ 5, 3, 6, 7, 8 എന്നെഴുതാം എങ്കിൽ ഗാർഡ് എന്ന് എങ്ങനെ എഴുതാം? അപ്പോൾ സ്ക്വാഡ്, ഗാർഡ് എന്നീ രണ്ട് വാക്കുകളിൽ സ്പെല്ലിംഗ് സിമിലാരിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന് നേർക്ക് വരുന്ന, അതിൻ്റെ പൊസിഷനിൽ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ സ്ക്വാഡിനകത്ത് എയുടെ നേരെ വരുന്ന നമ്പർ 7 യുവിൻ്റെ നേരെ വരുന്ന നമ്പർ 6, ഡിയുടെ നേരെ വരുന്ന നമ്പർ 8. ഇത്രയും ലെറ്റേഴ്സ് സെയിം ആണ്. ജി, ആർ എന്നിവയ്ക്കുള്ള നമ്പേഴ്സ് നമുക്ക് അറിയില്ല. അപ്പോൾ ഈ രീതിയിൽ കണ്ടുപിടിക്കാം. തന്നിരിക്കുന്ന ഓപ്ഷനിൽ 7, 6, 8 എന്ന രീതിയിൽ വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. അതായത് രണ്ടാമത്തെ ഓപ്ഷൻ 1, 7, 6, 9, 8 എന്നുണ്ട്. അപ്പോൾ അതാണ് ശരിയായ ഉത്തരം. ക്ലോക്കിൽ 10 മണിയാകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നിർണ്ണയിക്കുന്ന കോൺ എത്രയാണ്? 10 മണിയാകുമ്പോൾ വലിയ സൂചി 12ലും ചെറിയ സൂചി 10ലുമാണ് ഇരിക്കുന്നത്. ഈ കോണളവ് ഓരോ 5 മിനിറ്റിലേക്കും കോണളവ് 30 ഡിഗ്രി ആണെന്ന് പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ 10 മുതൽ 12 വരെ 10 മിനിറ്റ് ആണ് ഉള്ളത്. 30 ഡിഗ്രി 30 ഡിഗ്രി ഇത് തമ്മിൽ കൂട്ടുമ്പോൾ 60 ഡിഗ്രി എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ അതാണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന വാക്യത്തിൽ ഇൻറ്റു ചിഹ്നം പ്ലസിനെയും പ്ലസ് ചിഹ്നം ഡിവിഷനെയും മൈനസ് ചിഹ്നം മൾട്ടിപ്ലിക്കേഷനെയും ഡിവിഷൻ ചിഹ്നം മൈനസിനെയും സൂചിപ്പിക്കുന്നു എങ്കിൽ 6 × 4 മൈനസ് 5 പ്ലസ് 2 ഭാഗം 1ന്റെ വില എത്രയാണ്? ഇൻറ്റു ചിഹ്നം പ്ലസും പ്ലസ് ചിഹ്നം ഡിവിഷനും മൈനസ് ചിഹ്നം ഇൻറ്റുവും ഡിവിഷൻ ചിഹ്നം മൈനസും ആയാൽ 6 × 4 മൈനസ് 5 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 1ന്റെ വിലയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ചിഹ്നങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രം മതി. അതായത് 6 + 4 × 5 മൈനസ് 2 മൈനസ് 1 ദാറ്റ് ഈസ് ഇക്വൽ ടു, അതായത് ബോർഡ് മാസ് തിയറിയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. 6 + 4 × 2.5 മൈനസ് 1, 6 + 10 മൈനസ് 1, അതായത് 16 മൈനസ് 1 ഈസ് ഇക്വൽ ടു 15. അപ്പോൾ ഉത്തരം 15 ആണ്. ഇത് സിമ്പിൾ മാത്സ് ആണ്. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.